മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ഈശോ മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ക്രൂശിതനായ ഈശോ നൽകുന്ന രക്ഷയും അനുഗ്രഹവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദിവസം നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവർ ഇന്ന് ഈശോയുടെ കുരിശുമരണത്തെ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്ന ദിവസമാണ്. ഈശോയുടെ കുരിശുമരണം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന സന്ദേശം, കുരിശുമരണത്തിലൂടെ ഈശോ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ അകൃത്യങ്ങളിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഈ ഭൂമിയിൽ കളങ്കരഹിതനായി പിറന്നവനായിരുന്നു ഈശോനാഥൻ. ഈ ഭൂമിയിലെ ഓരോ നിമിഷത്തെ ജീവിതവും കളങ്കരഹിതമായി തന്നെയാണ് അവിടുന്ന് ജീവിച്ചതും. മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ദൈവഹിതം നിറവേറ്റുന്നവനായി ഈശോനാഥൻ ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നിട്ടും ഈശോ ശിക്ഷ ഏൽക്കേണ്ടി വന്നു. ആ ശിക്ഷ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നാണ് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായത്തിന്റെ 2 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ വ്യക്തമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഒരു ചിത്രകാരനും വരച്ചു കാട്ടാത്ത വിധത്തിൽ യെശയ്യാ വാക്കുകളിലൂടെ വരച്ചു കാട്ടുന്നുണ്ട് ഈശോയുടെ പീഡാസഹനം. അവനെ നോക്കാൻ പോലും സാധിക്കാത്തത്ര വിധത്തിൽ വിരൂപമായിരുന്നു അവന്റെ മുഖവും ശരീരവും എന്നാണ് യെശയ്യാ വർണ്ണിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇത്രമാത്രം പീഡകൾ ഏറ്റെടുത്ത് ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷ നൽകി. ഈ പീഡാനുഭവ ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കേണ്ടതും നമ്മോട് തന്നെ ചോദിക്കേണ്ടതുമായ ഒരു ചോദ്യം, ഈശോ കഠിന പീഡകൾ ഏറ്റുവാങ്ങി സാധിച്ചു തന്ന ആ രക്ഷയിൽ ജീവിക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരും? ജീവിതത്തിന്റെ വഴികളിൽ പാപം ചെയ്തുകൊണ്ട് നമ്മൾ ആരെങ്കിലും ജീവിക്കുന്നുണ്ട് എങ്കിൽ, പാപത്തിന് നമ്മളെ തന്നെ അടിമപ്പെടുത്തുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, കുരിശിലൂടെ ഈശോ നേടിത്തന്ന രക്ഷയുടെ അനുഭവം സ്വീകരിക്കാത്തവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശോയുടെ കുരിശിനെ ധ്യാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഈശോ ഏറ്റെടുക്കേണ്ടി വന്ന പീഡാനുഭവങ്ങളെ കുറിച്ച് നമ്മൾ അധികം ധ്യാനിക്കാറില്ല. നമ്മൾ ആരും അധികമായി അതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല. ഈശോ ഏറ്റെടുക്കേണ്ടി വന്ന പീഡകളെ ധ്യാനിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ശിരസ് മുതൽ പാദം വരെ ഒറ്റ മുറിവായിരിക്കുന്ന അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ വഴികളിൽ പാപത്തിന് നമ്മെ വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിന്റെ 4-ാം അധ്യായം 5-ാം തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ, ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ ജീവിക്കുന്നവരായി മാറുവാനല്ല പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോ കുരിശിലെ ബലിയിലൂടെ നമുക്ക് പാപമോചനം നേടിത്തന്നത്.
ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ഓരോരുത്തരും ആചരിക്കുമ്പോൾ കർത്താവിന്റെ പീഡാ സഹനങ്ങളെ കുറിച്ച് ധ്യാനിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് കർത്താവ് അനുഭവിച്ച പീഡകളെ ഒന്ന് മനസ്സിലാക്കുവാനും അതുവഴി എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ തിന്മയ്ക്ക് അടിമപ്പെടുകയില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. വീണ്ടും യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം മനുഷ്യനെ സ്നേഹിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് നമ്മെ ഓരോരുത്തരെയും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ദുഃഖ വെള്ളിയാഴ്ച. ഒരുവൻ പോലും നശിച്ചു പോകരുത്. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് പാപത്തിൽ നാം ആരും നശിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. തിരിച്ചറിയുക, ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മോട് പറയുന്ന മറ്റൊരു യാഥാർത്ഥ്യം, ദൈവം നമുക്ക് ഓരോരുത്തർക്കും വില നൽകി നമ്മെ മാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനുഷ്യ ജീവിതത്തിന് വലിയ വിലയുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ ഈ ദുഃഖ വെള്ളിയാഴ്ച ദൈവമായ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. മനുഷ്യനും മനുഷ്യന്റെ ജീവിതത്തിനും വലിയ വിലയില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തില് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുമ്പോൾ തിരിച്ചറിയുക, ദൈവം എൻ്റെ ജീവിതത്തിന് വില നൽകുന്നുണ്ട്. ഈ ഭൂമിയില് ഒരുപക്ഷെ നമ്മെ ആരും മാനിക്കാതിരിക്കുന്ന അവസ്ഥയിലാണ് എങ്കിലും, ആരുടെയും സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിലും, ആരുടെയും കരുതൽ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിലും തിരിച്ചറിയുക, ദൈവം നമ്മെ ഓരോരുത്തരെയും കരുതുകയും സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 2 ചിന്തകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഒന്ന്, ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്, മാനിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. 2, ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ രക്ഷയിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടവരല്ല നമ്മൾ ആരും. പിന്നെയോ ഈശോ കുരിശിൽ നേടിത്തന്ന ആ രക്ഷ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് പാപ വഴികളിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനുവേണ്ടി ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ഈ ദിവസം നമുക്ക് ധ്യാനിക്കാം. ക്രൂശിതനായ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.